മാതാവിനും തിരുക്കുമാരനും നന്ദി. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ തുമ്പോൺ എന്ന സ്ഥലത്തു നിന്നാണ്. ഇതെൻ്റെ ഭാര്യ ലീന, എൻ്റെ മോൻ മിഖ. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമേ കേൾക്കുന്നത് വളരെ യൂട്യൂബിൽ കൂടെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കൃപാസനത്തിൽ പോകരുത്, കൃപാസനം നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആദ്യം ഞാൻ കേട്ടു തുടങ്ങിയത്. അതിനുശേഷം ഞാൻ കൃപാസനത്തിലേക്ക് വരാനുള്ള സാഹചര്യമാണ്. അപ്പം ഞാൻ അതിനുശേഷം മാതാവിനെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടെങ്കിലും അധികം ഭക്തി കൂടുതൽ മാതാവിനോട് അധികം പ്രാധാന്യം കൊടുത്തുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മാതാവിനോട് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനോ സമയമൊന്നും കണ്ടെത്താറില്ലായിരുന്നു. അതിനുശേഷം എനിക്ക് യാദൃശ്ചികമായ ഒരു കൃപാസന പത്രം ലഭിക്കുവാനിടയായി. അപ്പോൾ അതിനുശേഷം ഞാനത് വാങ്ങിയെങ്കിലും അത് കാര്യമായിട്ട് അത് നോക്കുവാനോ എടുക്കാനോ ഒന്നും പോയില്ല. അത് ഞാൻ എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഇടുകയും അത് വലിയ കാര്യമായിട്ട് നോക്കാനും പോയില്ല. അതിനുശേഷം ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കൃപാസനം പത്രം പിടിച്ചിട്ട് ഇതിൻ്റെ കവർ പിടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ എന്നെ കൂടുതലും മാതാവ് വിളിക്കുന്നതായിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരാൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് പറയുവാനും അവർക്ക് കുട്ടിക്ക് എന്തോ അസുഖങ്ങളൊക്കെ ഉണ്ട്, അപ്പം അവർ അതിനെക്കുറിച്ചൊക്കെ പറയാനും കൃപാസനത്തെ കൂടുതൽ കേൾക്കുവാനും എനിക്ക് ഇടയായി. അപ്പം മാതാവ് എന്നെ കൂടുതൽ അതിലേക്ക് വിളിക്കുന്നതായിട്ട്, മാതാവ് എന്നെ കാണണം അല്ലെങ്കിൽ മാതാവിൻ്റെ അടുത്തേക്ക് എനിക്ക് വിളിക്കുന്നതായിട്ടൊരു ഫീല് തോന്നി. അപ്പം അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നത്. കൃപാസനത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ മോന് കിഡ്നിയുടെ സൈഡിൽ 12 mm വലുപ്പത്തിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വേദന ഭയങ്കരമായിരുന്നു. അപ്പോൾ അവനിടെ ചില സമയങ്ങളിൽ രാത്രിയിൽ ഉറങ്ങാതെയൊക്കെ ഇരിക്കുകയും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കാണിച്ചെങ്കിലും അവൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നില്ലായിരുന്നു. എപ്പോഴും വേദന പറയും, ഇടയ്ക്ക് ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ജൂണിലാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ അവന് ഉപ്പൊക്കെ ഇട്ടിട്ട് അവന് കുടിക്കുന്ന സമയത്തും കഞ്ഞിയിലൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ നിന്ന് വലിയൊരു വിടുതൽ എൻ്റെ കുഞ്ഞിന് കിട്ടി. അതിനുശേഷം ഞങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒരു കുഴപ്പമില്ല എൻ്റെ കുഞ്ഞിന്. മാതാവ് വലിയൊരു വിടുതൽ തന്നു. അത് എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്കറിയത്തില്ല, കാരണം എൻ്റെ കുഞ്ഞ് അനുഭവിച്ച വേദന അത്ര വലുതായിരുന്നു. എന്തായാലും ദൈവം അതിൽ നിന്നൊരു വലിയ വിടുതൽ തന്നു. അതിനുശേഷം ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ പൂർണ്ണമായിട്ടും സിസ്റ്റ് തന്നെ ഇല്ലാതായി. സിസ്റ്റ് ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഒരു സിസ്റ്റേ അവിടെ കാണാനില്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുമ്പുണ്ടായിരുന്നപ്പോഴുള്ള സിസ്റ്റും അതിനുശേഷം അങ്ങനെ ഒരു സിസ്റ്റേ അവിടെ ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഒരു വിടുതലാണ് ദൈവം മാതാവ് എനിക്ക് തന്നത്, ഞങ്ങളുടെ ഫാമിലിക്ക് തന്നത്. പിന്നെ വേറെ കൂടുതലായിട്ട് മാതാവിനോട് കൂടുതൽ അടുക്കാനും അതിന് പ്രാർത്ഥനയിൽ കൂടുതൽ ഊന്നൽ നൽകുവാനും ഒക്കെ സാധിച്ചു. പിന്നെ ഞായറാഴ്ചകളിൽ പള്ളികളിൽ പോകുമെങ്കിലും ഇടയ്ക്കൊക്കെ പോകും, ചില ഞായറാഴ്ചകളിൽ പോകാതെ ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ഞായറാഴ്ചയും എനിക്ക് മുടങ്ങാതെ പള്ളിയിൽ പോകുവാൻ സാധിച്ചു, മാതാവിനോട് കൂടുതൽ അടുക്കുവാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങളവിടെ കൊന്ത ചൊല്ലുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എനിക്ക് പൂർണ്ണമായിട്ട് കൊന്ത ചൊല്ലുന്നുണ്ട്. മാതാവിനോട് കൂടുതൽ അടുക്കുവാനും മാതാവിനോട് കൂടുതൽ അടുത്തായിരിക്കുവാനും എനിക്ക് കൃപ ലഭിച്ചു. പിന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ രണ്ടാമത് വെച്ചിരുന്നത്, ഞാൻ പൂർണ്ണമായും മദ്യപിക്കുന്ന ഒരാളല്ല, എന്നാലും ഒക്കേഷണലി മദ്യപാനവും സീട്ടുവലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊരു വിടുതൽ തരണമെന്ന് ഞാൻ പല സമയത്തും നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് അത് വീണ്ടും തുടങ്ങുവാനും അതിലേക്ക് വീണ്ടും പോകുവാനും ഒക്കെ പോയി. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അതിനുള്ള ഒരു മനോധൈര്യം എൻ്റെ മാതാവ് എനിക്ക് തന്നു. എനിക്ക് ഇതുവരെയായിട്ടും പിന്നെ അതിലേക്ക് തിരിച്ചു പോകുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ഒരിക്കലും തോന്നിയിട്ടില്ല. അതിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ ദൈവം തന്നതിനായിട്ടും മാതാവ് തന്നതിനായിട്ടും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ പത്രമൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അനാഥർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ഒരു പ്രാവശ്യം ഫുഡൊക്കെ റെഡിയാക്കി റോഡിലൊക്കെ പോയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. കുറച്ച് പേര് വാങ്ങി, പകുതി ആൾക്കാരും അത് വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ആർക്കും അതുപോലെ എനിക്ക് തോന്നുന്നു ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ വാങ്ങാത്ത, അല്ലെങ്കിൽ ഒരു മോശമാണെന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം ആരും വാങ്ങുന്നില്ല. പിന്നെ അവസാനം ഞങ്ങൾ അന്ന് കൊണ്ടുപോയതിൽ പകുതി പൊതി ഞങ്ങൾ തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. പിന്നെ അവസാനം കുറേയൊക്കെ ഞങ്ങൾ കളഞ്ഞു, ബാക്കി ഞങ്ങൾ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ സഹായം ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു. പിന്നെ മാതാവിനെക്കുറിച്ച് എനിക്ക് പല ആൾക്കാരോടും പറയാൻ ഒരു അവസരം കിട്ടി, എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തെക്കുറിച്ച്. അതൊക്കെ അവർക്ക് ഭയങ്കര വിശ്വാസമാകാനും അവർ കൃപാസനത്തിലേക്ക് വരുവാനും ഇടയായി. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്കറിയാവുന്ന തന്നെ കുറേ ആളുകൾ കൃപാസനത്തിലേക്ക് വരുവാനും അവർക്ക് അനുഗ്രഹം ലഭിച്ചു എന്നുള്ളതാണ്. കൃപാസനത്തിലേക്ക് വരിക തന്നെയല്ല, അവർക്ക് അതിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു വലിയ വിടുതൽ കിട്ടിയെന്ന് എന്നോട് പറയുകയും അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം
അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. എന്തായാലും അമ്മ മാതാവും തിരുക്കുമാരനും വളരെയധികം നന്ദി പറയുന്നു. അൻസി ജെയിംസ്, കിടങ്ങൂരിൽ നിന്ന് വരുന്നു. 2019 എനിക്ക് ഹാർട്ടിനൊരു ബൈപ്പാസ് സർജറി വേണ്ടി വന്നു. അതിനുശേഷം 6 മാസക്കാലം എനിക്ക് ഉറക്കമില്ല. ഉറങ്ങാതിരുന്നാൽ, നേരം വെളുക്കുന്നിടം വരെ ഉറങ്ങാതിരുന്നാലും എനിക്കൊരു പ്രശ്നമില്ല. കസേര ഞാനിങ്ങനെ ഇരിക്കും. മരുന്ന് കഴിച്ചാൽ ഉറങ്ങും. ഇതിങ്ങനെ തുടർന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇതിങ്ങനെ തുടരാനാണോ ഭാവം? അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഇത് നിയോഗമായി വെച്ചു. എനിക്ക് കട്ടിൽ കാണുമ്പോഴേ ഉറക്കം വരാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നീട് ഞാൻ ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു. ഒരു പ്രൈമറി സ്കൂളിലെ 7ാം ക്ലാസ് വരെയുള്ളൊരു സ്കൂളിലെ. ആ സ്കൂളിൽ ഞാൻ 22 വർഷം പഠിപ്പിച്ചു. ആ പഠിപ്പിക്കുന്ന വേളയിൽ ആ സ്കൂളിന് സ്വന്തമായൊരു വാഹനമില്ല എന്ന സങ്കടം ഞങ്ങൾ സ്കൂളിൻ്റെ ഭൗതികാവസ്ഥയ്ക്ക് ഒരു ശകലം ക്ഷീണമേറ്റു. അതായത് കുട്ടികളുടെ എണ്ണം കുറയാൻ തുടങ്ങി. ഒരു സ്കൂൾ വാഹനത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചെങ്കിലും ലഭിക്കുന്നില്ല. അവസാനം ആ സ്വപ്നം പൂർത്തീകരിക്കാതെ ഞാൻ റിട്ടയറായി പോന്നു. റിട്ടയറായി കഴിഞ്ഞാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ആ സ്വപ്നം മുള പൊട്ടി. സ്കൂൾ വാഹനം എന്ന സ്വപ്നം. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, എൻ്റെ സ്കൂളിനൊരു വാഹനം തരണേ. അപ്പോൾ റിട്ടയർ ആയെങ്കിലും ഞാൻ സ്കൂളിൽ പോയി 3 വർഷം ആഴ്ചയിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷും പഠിക്കാൻ പുറകോട്ടുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മാനേജ്മെൻറ്റിനെ സമീപിച്ചു. മാനേജ്മെൻറ്റ് പറഞ്ഞു, ടീച്ചർ ഇപ്പോൾ സ്കൂൾ വാഹനം എങ്ങനെ വരുത്തും? റിട്ടയറായ ഒരു ടീച്ചർ. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് സമ്മതം കിട്ടിയാൽ മതി. അതിനുശേഷം ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് മാനേജ്മെൻറ്റിനെ സമീപിച്ചു. അപ്പോൾ പറഞ്ഞു, തനിക്ക് സാധിക്കുമെങ്കിൽ ചെയ്തു, എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഈ മെസ്സേജ് ഇടും, കുട്ടികൾ എന്നെ സഹായിക്കും, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ സമ്മതം കിട്ടി. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു. ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ ഒരു വിദ്യാർത്ഥി തന്നെ 16 ലക്ഷം രൂപയുടെ സ്കൂൾ വാൻ വാങ്ങിച്ചു തരാൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിനൊരു വാഹനമുണ്ടായി. പിന്നെ എനിക്ക് ചെറിയ ചെറിയ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ്, ഇയർ ബാലൻസ്, ഇങ്ങനെ മാറി മാറി വന്ന് ആശുപത്രി കയറി നടക്കുക. അപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ തൈലം ഞാനിങ്ങനെ പുരട്ടി. അപ്പോൾ എനിക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി. പിന്നെ വേറെയുള്ളത് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്, ബുദ്ധിമുട്ടുള്ള കുട്ടികളെയൊക്കെ നേഴ്സിങ്ങിന് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെയൊക്കെ എൻ്റെ സ്വന്തം പൈസ അല്ല കേട്ടോ, എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളോട് ചോദിച്ച് മേടിച്ച് അവരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ, ഇഞ്ചക്ഷൻ, ഇതെല്ലാം വലിയ ഭയമാണ്. പുള്ളിക്ക് ഹെർണിയയുടെ ഒരു പ്രശ്നം വന്നു. ഡോക്ടർ പറഞ്ഞു, ഇതിന് ഒരു സർജറി അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. പുള്ളി എന്ത് ചെയ്താൽ ഓപ്പറേഷന് പോകുകയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട്, മാതാവേ, ഓപ്പറേഷൻ പേടിയാണ്, എന്ത് ചെയ്യും? അപ്പോൾ ആ തൈലം പുരട്ടി ഹെർണിയയുടെ ആ മുഴ വരുന്ന ഭാഗത്ത് ഒരാഴ്ച തടവുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തു. പൂർണ്ണമായും സുഖപ്പെട്ടു. ഇപ്പോൾ എല്ലാ ജോലിയും ചെയ്യും. അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയോട് ചോദിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പല പ്രാവശ്യം വരുമ്പോഴും മറ്റുള്ളവർ സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കൊതിയാണ്. എനിക്ക് ഇവിടെ നിന്ന് ഈ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു സാക്ഷ്യം പറയാൻ എനിക്കെന്നും സാധിക്കും. ഒരാഴ്ചയായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുക. അതിനിന്നൊരു അവസരം കിട്ടി. അതിന് നന്ദി പറയുന്നു. അമ്മേ, കൃപാസന അമ്മേ, ഇവിടെ വന്ന മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. ഇവരുടെ ആരുടെയും അപേക്ഷകളെ അമ്മ ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ കാറ്റഗിസത്തിൻ്റെ ഹെഡ് മിസ്ട്രസ്സാണ്. അപ്പോൾ ഈ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ സ്കൂളിലെ സൺഡേ സ്കൂളിൽ വരുന്ന കുട്ടികളെ കുർബാനയുടെ സമയത്ത് പുസ്തകം എടുക്കില്ല, പ്രാർത്ഥിക്കില്ല, ഇങ്ങനെ കൈ രണ്ടും താത്തിയിട്ട് നിൽക്കും. അത് കാണുമ്പോൾ ഒരേ സങ്കടമായി. അപ്പോൾ അത് ഞാൻ നിയോഗം വെച്ചിരുന്നു, ഈ കുഞ്ഞുമക്കൾ ഒരു ദിവ്യബലിയിലൊന്ന് ഭക്തിയോടെ പങ്കെടുത്തിരുന്നെങ്കിൽ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളുടെ സൺഡേ സ്കൂളിലേക്ക് ഒരു സിസ്റ്റർ ട്രാൻസ്ഫറായി വരികയും സിസ്റ്റർ ദിവ്യബലിയിലെ ഗാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം കുർബാനയ്ക്ക് മുമ്പേ പ്രാക്ടീസ് കൊടുക്കും. അങ്ങനെ ദിവ്യബലി സജീവമായി. അങ്ങനെ നിയോഗം വെച്ച കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ സാധിച്ചു തന്നു.